ഒന്നാമത്തെ ബലി കർത്താവിനുള്ള ബലി, രണ്ടാമത്തെ ബലി ആർക്ക്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പ ആവശ്യപ്പെട്ടതിന് പ്രകാരം 2025 ക്രിസ്തുമസ് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാ പള്ളികളിലും പരിശുദ്ധമായ കുർബാന ആരംഭിക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവർ അർപ്പിക്കുന്ന രണ്ടാമത്തെ ബലിയെക്കുറിച്ചാണ്. 2025 ഡിസംബർ മാസം 25-ാം തീയതി പാതിരാ കുർബാന, ഒരു കുർബാന ചൊല്ലിയതിനു ശേഷം രണ്ടാമത്തെ കുർബാനയെക്കുറിച്ച് മാത്രമാണ്. മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞ ഒരു വസ്തുതയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ ചെയ്തു കൂട്ടിയ കുർബാനയുടെ പേരും അതായിരുന്നു അബ്യൂസീവ് ഈക്വറിസ്റ്റിക് സെലിബ്രേഷൻ, ആഭിചാര കുർബാന. എങ്ങനെയാണ് ഈ പരിശുദ്ധമായ കുർബാന അബ്യൂസീവ് ഈക്വറിസ്റ്റിക് സെലിബ്രേഷനായി മാറുന്നത്? മാർപ്പാപ്പയുടെ നിർദ്ദേശം പാലിച്ചുവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം ഔദ്യോഗിക കുർബാന ചൊല്ലുകയും അതിനുശേഷം ഇല്ലിസിറ്റായ കുർബാന ചൊല്ലുകയും ചെയ്യുക എന്നത് കുർബാന അർപ്പണ രീതിയുടെ അബ്യൂസീവ് ഈക്വറിസ്റ്റിക് സെലിബ്രേഷനാണ്. ആദ്യമൊന്ന് അനുസരിച്ചു എന്ന് വരുത്തി തീർക്കുകയും രണ്ടാമത്തേത് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിൻ്റെ നിയമ സംഹിതയിൽ ഇല്ലാത്ത ഒന്നാണ്, പ്രത്യേകിച്ചും പൗരോഹിത്യത്തിൽ. ഇത്തരത്തിലൊരു കുർബാനയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭ അധികൃതരും വൈദികരും വിശ്വാസികളും ചെയ്യുന്നതെങ്കിൽ മാർപ്പാപ്പയെ അനുസരിച്ചുവെന്നും നിയമം പാലിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം കുർബാന നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ അത് അബ്യൂസീവ് ഈക്വറിസ്റ്റിക് സെലിബ്രേഷനാണ്. ഇത് നമ്മുടെ സഭയുടെ ഏറ്റവും പരമമായ കൂദാശയുടെ ദുരുദ്ദേശപരവും വ്യാജവുമായ ദുരുപയോഗവുമാണ്. അതിനാൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ, അത് വൈദികരാകട്ടെ വിശ്വാസികൾ അതിന് കൂട്ടുനിൽക്കുന്നുവെങ്കിൽ, ഗുരുതരമായ കുറ്റവും ശിക്ഷാർഹവുമാണ്. കാനോൺ നിയമത്തിൽ ഇത് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. CCEO 1441 ഫോർ ഈവിൾ പർപ്പസ്, 1442 സാക്രിലേജിയസ് പർപ്പസ്, 1443 സിമുലേഷൻ ഓഫ് സെലിബ്രേഷൻ. ഇതിനാണോ അനുനയത്തിന്റെ പേരിൽ അധികൃതരുടെ ഒത്താശയോടെ ഗുരുതരമായ ശിക്ഷ ലഭിക്കും വിധം ഇല്ലിസിറ്റായ കുർബാന അർപ്പണ രീതി തുടരുവാനായി വൈദികർ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് മാർപ്പാപ്പയുടെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശങ്ങളുടെ സാരാംശത്തിനും സത്തയ്ക്കും വിപരീതവും ബോധപൂർവകവും ദുരുദ്ദേശത്തോടെയുമുള്ള ലംഘനവുമാണ്. ഇതുവഴി നാം മാർപ്പാപ്പയെ ബഹുമാനിക്കുകയും അനുസരിക്കുകയുമല്ല, മറിച്ച് നിന്ദിക്കുകയും ധിക്കരിക്കുകയുമാണ് ചെയ്യുന്നത്. ആയതിനാൽ അപ്രകാരം വ്യാജമായി അർപ്പിക്കുന്ന തെറ്റിൽ നിന്ന് എല്ലാ വൈദികരും വിശ്വാസികളും വിട്ടുനിൽക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കുകളുടെ കേട്ടസി നിക്കോളസ് അച്ഛന് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ.